SIT ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം അടൂർ പ്രകാശ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. ദൃശ്യങ്ങൾ തത്സമയം. ഏകദേശം 2 മണിക്കൂറോളമുള്ള ചോദ്യം ചെയ്യലിന് ശേഷമാണ് നിലവിൽ UDF കൺവീനർ അടൂർ പ്രകാശ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. എങ്കിലും തത്സമയ ദൃശ്യങ്ങളാണ് നിലവിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ SIT ചോദ്യം ചെയ്യുന്ന ആദ്യ കോൺഗ്രസ് നേതാവാണ് UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശ്. പോറ്റിക്കൊപ്പമുള്ള പല ഘട്ടങ്ങളിൽ പുറത്തു വന്ന പല ചിത്രങ്ങളാണ് അടൂർ പ്രകാശിന് നിലവിൽ വിനയായത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിൽ SIT അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത്. ഏകദേശം 2 മണിക്കൂറോളം SIT ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷം തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്നും അടൂർ പ്രകാശ് പുറത്തിറങ്ങുകയാണ്. ചന്തു ഉണ്ട് അവിടെ നിന്ന് ചേരുന്നത്. ചന്തു, തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? ഏറെക്കുറെ 2 മണിക്കൂറോളം ചോദ്യം ചെയ്തു കഴിഞ്ഞു അല്ലേ? ശ്യാമിലി, ഇപ്പോൾ അടൂർ പ്രകാശ് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ ആ ചുമന്ന കാറിൽ അദ്ദേഹം പുറത്തേക്ക് വരുന്നു. മാധ്യമങ്ങൾ പ്രതികരണം തേടുന്നുണ്ട്. അദ്ദേഹം പ്രതികരിക്കുമോ ഇല്ലേ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അദ്ദേഹം ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിന് ശേഷം DGP ഓഫീസിന് തൊട്ട് മുന്നിൽ എത്തിയിരിക്കുന്നു. മാധ്യമങ്ങൾ പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം പുറത്തേക്ക് വരാമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചോദ്യം ചെയ്യൽ 2 മണിക്കൂർ പിന്നിട്ടതിന് ശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത്. പ്രതികരണം തേടിക്കോളൂ. വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കൂ സാറേ. പുറത്തോട്ട് വരുന്നു. അങ്ങോട്ടേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് SITയുടെ നിർണായക നീക്കമുണ്ടായിരിക്കുന്നത്. UDF കൺവീനർ അടൂർ പ്രകാശിനെ 2 മണിക്കൂറോളം SIT ചോദ്യം ചെയ്തിരിക്കുന്നു. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത വരുത്തുകയായിരുന്നു SIT എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം അടൂർ പ്രകാശ് നിലവിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.